ഈ നിമിഷങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഒരു വിഷയം ഇതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാൻ അത് കാരണമാകും. നമ്മുടെ ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് അച്ഛൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ഒരു സ്വഭാവം ഏറ്റവും പ്രധാനപ്പെട്ട, സ്ഥായിയായതും എന്നാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ദൈവമക്കൾ എവിടെയൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ തന്റെ മക്കൾ എവിടെയൊക്കെ നിലവിളിക്കുന്നുണ്ടോ ആ നിലവിളിക്ക് മീതെ ദൈവം ഇറങ്ങി വരും, നേരിട്ടിറങ്ങി വരും. നിങ്ങൾ ചോദിക്കുന്നത് അച്ഛാ നേരിട്ടിറങ്ങി വരുമോ? നേരിട്ടിറങ്ങി വരും. അച്ഛനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇത്രയും പേരിപ്പുണ്ടല്ലോ, ഇന്നലകളിൽ നിങ്ങൾ നിലവിളിച്ചിട്ട്, നിങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട്, ചില വിഷയങ്ങൾ നടക്കില്ല എന്ന് കരുതിയ വിഷയങ്ങൾ, ആരും ഇടപെടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഭാരപ്പെട്ട വിഷയങ്ങളിൽ ഇനി അങ്ങനെ മുന്നോട്ട് പോകും എന്ന് തോന്നിയ നിമിഷങ്ങളിൽ ദൈവം ചിലരിലൂടെയൊക്കെ, ചില സാഹചര്യങ്ങളിലൂടെ, ചില അവസ്ഥകളിലൂടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നേരിട്ട് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തിക്കുക. ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് കാണത്തില്ല, ഒരു 90% പേരും കൈ ഉയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കണം. തമ്പുരാന്റെ മുമ്പിൽ ദൈവഹിതത്തോട് ഐക്യപ്പെട്ട് കർത്താവിന്റെ ഹൃദയത്തോട് നിന്റെ ഹൃദയം ചേർത്ത് വെച്ച് അവന്റെ മുമ്പിൽ പൊഴിയുന്ന ഒരു തുള്ളി കണ്ണുനീര് പോലും ദൈവം കാണാതെ പോകില്ല. അങ്ങനെ ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദൈവം ശിക്ഷിക്കുന്ന ദൈവം നല്ല. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമക്കളെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ ആരംഭത്തിൽ തന്ന വചനഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായമാണ്. ഏതാണ്? ആരാണെന്നറിയാവോ ഇവരൊക്കെ? ന്യായാധിപന്മാരുടെ പുസ്തകം. ഇസ്രായേൽ ജനം സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും പുറകോട്ട് പോയപ്പോ ദൈവജനം ദൈവത്തിന്റെ മുമ്പിൽ, സത്യദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ, ശ്രദ്ധിച്ചു കേട്ടോ, മറന്നുപോയപ്പോ ദൈവം നൽകിയ പ്രവാചകന്മാരാണ് ഈ ന്യായാധിപന്മാർ. അവരെ തിരിച്ചു കൊണ്ടുവരാൻ, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നതിന് പകരം സത്യദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ച് സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇവിടെ അന്യദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കടന്നു പോയപ്പോൾ ദൈവം തന്നെ നേരിട്ട് തന്റെ പ്രവാചകന്മാരെ, ന്യായാധിപന്മാരെ ജനത്തിന്റെ നടുവിലേക്ക് അയച്ച ഈ പ്രവാചകന്മാരാണ് ഈ ന്യായാധിപന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ന്യായാധിപനുണ്ട്. ആ ന്യായാധിപന്റെ പേരാണ്, ഇച്ചിരി കട്ടിയുള്ളതാ, അതുകൊണ്ട് നിങ്ങൾ ആരും പറയില്ലെന്ന് എനിക്കറിയാം. ന്യായാധിപന്റെ പേരാണ്, ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, സന്തോഷം. നാളെ വരും, എല്ലാവരുടെയും കൈകളിൽ ബൈബിൾ ഉണ്ടാകണം കേട്ടോ. എല്ലാവരും ബൈബിൾ കൊണ്ടുവരണം, ബൈബിൾ വായിക്കണം, വചനം എടുക്കണം. ഈ ദിവസങ്ങളിൽ ചില പിശാചിന്റെ കെട്ടുകൾ നമ്മൾ തകർക്കും. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, കർത്താവിന്റെ മുമ്പിൽ തകരാത്തതൊന്നുമില്ല. ചെങ്കടൽ തകർന്നില്ലേ? തകർന്നോ? പറഞ്ഞേ. ജെറിക്കോ മതിൽ തകർന്നില്ലേ? ജോർദാൻ നദി 2ആയിട്ട് പിളർന്നില്ലേ? കല്ലറ തകർന്നില്ലേ? എങ്കിൽ മക്കളെ വിശ്വസിക്കേ, എല്ലാം തകരും. കർത്താവിന്റെ മുമ്പിൽ സകലതും തകർന്ന് തരിപ്പണമാകും എന്ന് വിശ്വസിച്ചു. പക്ഷെ അത് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ പാറയെ തകർക്കുന്ന കൂടം തന്നെയായ വചനം കൊണ്ടാണ് ഇതൊക്കെ തകർക്കുന്നത്. അതുകൊണ്ട് വചനം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, വചനം വായിക്കണം. ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം എല്ലാവരും കൊണ്ടുവരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പുസ്തകത്തില്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവം അയച്ച ഒരു ന്യായാധിപന്റെ പേരാണ് ഗിദെയോൻ. ആരാ? ആരാ? അവർക്ക് പറഞ്ഞേ. ഗിദെയോൻ. നാളെ വരുമ്പോ അച്ഛൻ ചോദിക്കും, പേര് ഞാൻ ചോദിക്കും, എഴുന്നേപ്പിച്ചെടുത്ത് ചോദിക്കും, ചേട്ടാ ചേച്ചി ഇന്നലെ പറഞ്ഞ ന്യായാധിപന്റെ പേരാണ്, അതുകൊണ്ട് പഠിച്ചോളണം. ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം എടുത്ത് നോക്കിക്കൊള്ളണം. പേരാണ് ആരാ? ഗിദെയോൻ. ഇനി ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ മറന്നുപോയി ഒരു ജനതയെ മിദിയാൻകാരുടെ ശത്രു സൈന്യത്തിലേക്ക് കർത്താവ് വിട്ടുകൊടുക്കുക. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ, സത്യദൈവത്തിന്റെ മുമ്പിൽ കരയാൻ, ദൈവമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കാൻ മറന്നുപോയ ഒരു ജനത്തെ ദൈവം ശത്രുവിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ശത്രുവിന് നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവം അധികാരം കൊടുക്കുന്നത് ദൈവത്തെ വിളിക്കാൻ മറന്നുപോകുന്ന ജീവിതങ്ങളിൽ മാത്രം.
മനസ്സിലാക്കിയിരിക്കുന്നത് ആത്മീയ രഹസ്യ. ഒരു ദൈവ പൈതലിന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ, അവന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ, ഭാവിയുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ശത്രുവിന് ദൈവം അധികാരം കൊടുക്കുന്നത് ദൈവത്തെ വിളിക്കാൻ വിസമ്മതിക്കുകയോ ദൈവത്തെ വിളിക്കാൻ മറന്നു പോകുന്ന ഒരു ജനത്തിന്റെ മേലാണ് ശത്രുവിനെ ദൈവം അയക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരു മിദ്യാൻകാര് ആ ശത്രുക്കളെ ഇസ്രായേൽ ജനത്തിന് മേൽ, ദൈവത്തെ വിളിക്കാൻ ഇസ്രായേൽ ജനം മറന്നുപോയപ്പോൾ ഈ ശത്രുക്കളെ കർത്താവ് എന്താ ചെയ്തേ? ഈ ഇസ്രായേൽ ജനത്തിന്റെ മേലെ അയച്ചു. അപ്പോ അവർ ചെയ്യുന്നതൊക്കെ ഇവർ വന്ന് നശിപ്പിച്ചു കളയുന്നു. അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു കളയുന്നു. അവരുടെ വരുമാന മാർഗങ്ങൾ തകർത്ത് കളയുന്നു. അവരുടെ സന്തോഷം തല്ലിക്കിടത്തുന്നു. അവരുടെ അനുഗ്രഹങ്ങൾ അടച്ചു കളയുന്നു. അവർ ചെയ്യുന്നതെല്ലാം പ്രശ്നം. അവരെവിടെ ചെന്ന് തൊട്ടാലും തടസ്സം. അവരെവിടെ ചെന്ന് തൊട്ടാലും ബുദ്ധിമുട്ടുകൾ. ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഈ ശത്രു വന്നിട്ട്, മിദ്യാൻകാർ വന്നിട്ട് തടസ്സം നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോ ഇസ്രായേൽ ജനം കടന്നു പോകുന്ന ഒരു അനുഭവമുണ്ട്. അത് ആ അനുഭവത്തിലൂടെ ഈ കൂട്ടായ്മയിലിരിക്കുന്ന ചിലരെങ്കിലും കടന്നു പോകുന്നുണ്ടാവും. അച്ഛാ, എന്ത് ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ പറ്റണില്ല. അവരെങ്ങനെ ശ്രമിച്ചിട്ടും അവരവരുടെ കഴിവ് അധ്വാനം കൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. കാരണം എന്താ? സത്യദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നതും അവർ മറന്നു. എന്നിട്ട് അന്യദൈവാരാധനയുമായി ബന്ധപ്പെട്ടു പോയി ദൈവത്തെ ഉപേക്ഷിച്ച ഒരു ജനത. ആ ജനതയാണ് ദൈവം ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് ഉപേക്ഷിക്കുന്നത്. പിന്നെ ശത്രുവിന് ഇവരുടെ മേൽ അധികാരം നിൽക്കുകയാണ്. എന്നിട്ട് ഇവർ ചെയ്യുന്നത് എഴുതി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. 4-ാമത്തെ വചനം, അവർ ഇസ്രായേലിനെതിരെ താവളമടിച്ച് ഗാസയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേൽ ജീവസന്ധാനത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദ്യാൻ നിമിത്തം ഇസ്രായേൽ ജനം വളരെ ശോഷിച്ചു. ശത്രു കാരണം ഇന്ന് തകർന്ന് തരിപ്പണമായി. ജീവിതം അങ്ങനെയായി. തിന്മ കയറി ഇറങ്ങിയിട്ട് ഇവിടെ മിദ്യാൻകാരൻ ഒരു ആത്മീയ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഇത് ശത്രുവാണ്. ആത്മീയ ലോകത്തിന്റെ ശത്രുവാണ്, പിശാചാണ്, തിന്മയാണ്. കുടുംബത്തിൽ തിന്മ കയറി അടിക്കാൻ തുടങ്ങി. സാമ്പത്തിക മേഖലയിൽ അടിക്കാൻ തുടങ്ങി. ഭാവി ജീവിതത്തെ പിശാച് കൈവയ്ക്കാൻ തുടങ്ങി. വിശുദ്ധ ജീവിതത്തെ തകർന്ന് തരിപ്പണമാക്കാൻ തുടങ്ങി. കാരണം എന്താ? പ്രാർത്ഥനയില്ല, ദൈവത്തെ വിളിക്കുന്നില്ല, ദൈവ വിചാരമില്ല, ദൈവിക കാര്യങ്ങൾക്ക് താല്പര്യമില്ല, കുമ്പസാരമില്ല, വിശുദ്ധ കുർബാനയില്ല. എല്ലാം അങ്ങോട്ട് മറന്നിട്ട്, ദൈവത്തെ മറന്നിട്ട് ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞ ഹല്ലേലൂയാ. വലതുറമടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ മേൽ വരാനുള്ള ഒരു സാധ്യത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ശത്രുവിനെ ഇസ്രായേൽ ജനത്തിന്റെ മേൽ പ്രബലപ്പെടാൻ, അധികാരമെടുക്കാൻ, അവരെ കീഴ്പ്പെടുത്താൻ, അവരുടെ സകലതും നശിപ്പിച്ച് കളയാൻ ദൈവം അവരെ അനുവദിച്ചു. ഹല്ലേലൂയാ. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞ ഹല്ലേലൂയാ. എന്നിട്ട് പറയാ, ഈ ശത്രു കാരണം ഇസ്രായേൽ ജനം വളരെയധികം ശോഷിച്ചു. പറയാൻ എൻ്റെ അച്ഛൻ ഭയങ്കര ഞെരുക്കോ, അച്ഛൻ ഭയങ്കര അസ്വസ്ഥ അച്ഛ കുടുംബത്തിന്. പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല അച്ഛ. ഒരു പ്രശ്നം തീരും അടുത്ത പ്രശ്നം, ഒരു ബുദ്ധിമുട്ട് തീരും അടുത്ത ബുദ്ധിമുട്ട്, ഒരു അസ്വസ്ഥത മാറും അടുത്ത അസ്വസ്ഥത. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അച്ഛൻ ഇങ്ങനെ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുക. എന്താ കാരണം എന്ന് അറിയില്ല അച്ഛ. എവിടെ പ്രശ്നം എന്ന് അറിയില്ല അച്ഛ. എവിടെ തെറ്റുപറ്റിയെന്ന് അറിയില്ല അച്ഛ. എവിടെ തിരുത്തേണ്ടെന്ന് അറിയില്ല അച്ഛ. ഞങ്ങൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അച്ഛ. എങ്ങനെ പറയുന്നത്? എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അച്ഛ. ഇതെല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചേക്കാം. അവള് യൂട്യൂബിൽ എന്തോ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാ. IELTS OET ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അവൾ പറയാ, അച്ഛാ ഞാൻ 7 പ്രാവശ്യം IELTS-ഉം 3 പ്രാവശ്യം OET എഴുതി, 10 വട്ടം എഴുതി. ഇനി 11ാമത്തെ എഴുതണോ വേണ്ടേ? അച്ഛൻ പറ. ഞാൻ എഴുതി 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 മടുത്ത്. എന്താ അച്ഛാ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താ അച്ഛാ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? 7 വട്ടം IELTS എഴുതി, 3 വട്ടം OET എഴുതി, അത്ര ലക്ഷം രൂപ അങ്ങനെ തന്നെ പോയി. എന്നിട്ട് ഇത് ശരിയാകുന്നില്ല. അവിടെ ഒന്ന് സെറ്റിൽ ആവേണ്ടി ജീവിത പങ്കാളിയുടെ അങ്ങോട്ട് താമസിക്കാം. അപ്പൊ കുറെ നാളെ അവിടെ പോയി കിടക്കാൻ തുടങ്ങിയിട്ട് ഈ പരീക്ഷ കണ്ട് എഴുതി ജയിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സർവ്വയിരട്ടെ ഹല്ലേലൂയാ. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാനും ദൈവ സാന്നിധ്യം ജീവിതത്തിൽ അനുസ്മരിക്കാനും വിസ്മരിക്കുന്ന ജീവിതങ്ങളെ പിശാച് ശത്രുവിന് വിട്ടുകൊടുക്കും. ഹല്ലേലൂയാ,
ഹല്ലേലൂയ. ഇവിടെ നമ്മൾ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇത് നിസ്സാരമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല. കാരണം ഒത്തിരി കുടുംബങ്ങളെ, ഒത്തിരി കുടുംബ ബന്ധങ്ങളെ, ഒത്തിരി വിശുദ്ധ ജീവിതം ഇന്നലകളിൽ വിശുദ്ധ ജീവിതം നയിച്ചു കൊണ്ടിരുന്നവരെ, ഇന്നലകളിൽ അതുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരെ, ഇന്നലകളിൽ അതുപോലെ ദൈവത്തോട് ഐക്യപ്പെട്ടുകൊണ്ടിരുന്ന ജീവിതങ്ങൾ ഇന്ന് അതെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് അച്ഛാ വിശ്വാസം പോലും പോയി. ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല, ഇപ്പൊ പള്ളി പോകാൻ പോലും തോന്നുന്നില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് പോലും ചിന്തിക്കുക. കർത്താവിന്റെ വചനം പറയുന്നു, തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കേണ്ടതുപോലെ നിലവിളിച്ചാൽ ആ നിലവിളിക്ക് മുമ്പിൽ തമ്പുരാൻ നിൽക്കും, തമ്പുരാൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട നമുക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല, വേറെ ഒരു ലക്ഷ്യവും വേണ്ട. ബാക്കിയെല്ലാം മാറ്റി വെച്ചേരും. തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് ഹൃദയം തുറന്ന് ദൈവമേ എന്നൊന്ന് വിളിക്കാൻ നമ്മൾ പഠിച്ച ജീവിതം മാറാൻ, തലമുറ അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ ഭാവി ജീവിതത്തിന്റെ മേൽ ദൈവത്തിന് ഇടപെടാൻ നീ വേറെ ഒന്നും ഈ ലോകത്തിൽ പഠിക്കണ്ട. തമ്പുരാന്റെ മുമ്പിൽ എളിമയോടെ നിന്നിട്ട് ദൈവമേ എന്ന് ഹൃദയത്തിന്റെ ഒരു വിങ്ങലോടെ ഒന്ന് വിളിക്കാൻ ദൈവ പൈതലേ നീ പഠിച്ചാൽ നിന്റെ അപ്പൻ സ്നേഹമുള്ള അപ്പനായതുകൊണ്ട് അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശത്രുവിന്റെ സൈന്യത്തിന്റെ കീഴിലേക്ക് ഈ ജനം പോയപ്പോ അവർ ചെയ്തെന്നാന്നറിയോ? ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിനായി നിലവിളിച്ചു. അവരെന്താ ചെയ്തേ? ആരോട് നിലവിളിച്ചു? നമ്മൾ ആരുടെ മുമ്പിലാ കൈ നീട്ടുന്നേ? ആണല്ലോ അല്ലേ? ഓ അച്ഛാ, എന്റെ സഹോദരനൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ രക്ഷപ്പെട്ടേനെ. അവരൊക്കെ വിദേശത്ത് പോയച്ചാ എന്റെ മകളെയും കൂടി ഒന്ന് കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ. അയൽവാസി ഒന്ന് വിചാരിച്ചെങ്കിൽ, ബന്ധുക്കാരനൊന്ന് വിചാരിച്ചെങ്കിൽ, അപ്പനൊന്ന് വിചാരിച്ചെങ്കിൽ, അമ്മയൊന്ന് വിചാരിച്ചെങ്കിൽ, മക്കളൊന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ എപ്പോഴേ രക്ഷപ്പെട്ടേനെ. ഇതാ നമ്മുടെ ചിന്ത പലപ്പോഴും. ഇവരൊക്കെ ഒന്ന് ശരിയായെങ്കിൽ എപ്പോഴേ കുടുംബത്തിൽ സമാധാനം ഉണ്ടായേനെ. ഹല്ലേലൂയ. ഒരു പ്രശ്നത്തിന്റെ തീവ്രതയുടെ നടുവിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് നോക്കരുത്, ഈ പ്രശ്നത്തിന് കാരണമായവരിലേക്ക് നോക്കരുത്. ആ പ്രശ്നം നിന്നെ ഒരുപക്ഷെ വരിഞ്ഞു മുറുകാനും നിന്റെ ജീവിതത്തെ അതുപോലെ പ്രത്യാശ അറ്റുപോകാനും സാധ്യതയുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് വചനം പറയുന്നു, അവർ കർത്താവിനെ നോക്കിയിട്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നിട്ട് ദൈവമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ അവരുടെ മനസ്സ് മാറ്റിയിട്ട് അവർ സത്യദൈവത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ദൈവത്തെ അവർ ഇങ്ങനെ ഹൃദയം പൊട്ടി അങ്ങോട്ട് വിളിച്ചു. അതാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. 6:6 മിഥിയാൻ നിമിത്തം ഇസ്രായേൽ ജനം വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിനായി നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിഥിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. അവന്റെ പേരാണ് ആര്? സോളമനാ? ആരാ? ഗിദെയോൻ. എപ്പോഴാ പ്രവാചകനെ അയച്ചേ? എന്നാ ജനം വെറുതെ ഇരിക്കുമല്ലേ, ഭക്ഷണം കഴിച്ചിരിക്കുമല്ലേ? പ്രവാചകൻ നീ ചെല്ല്, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ആണോ? അല്ല, പിന്നെ എപ്പോഴാ ദൈവം പ്രവാചകനെ അയച്ചേ? പറ. ഇസ്രായേൽ ജനം ശത്രു സൈന്യത്തിന്റെ നടുവിൽ കടന്ന് അസ്വസ്ഥപ്പെടാൻ തുടങ്ങിയപ്പോ അവര് ചങ്കുപൊട്ടി ദൈവത്തിന്റെ മുമ്പിൽ ദൈവമേ എന്ന് ഈ ജനം മുഴുവൻ ഒരുമിച്ച് ചേർന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ വചനം പറയുന്നു, ആ നിലവിളി കർത്താവിന്റെ കർണപുടങ്ങളിലെത്തി. പിന്നെ കർത്താവിന് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. ഈ വേദനയ്ക്ക്, ഈ നിലവിളിക്ക് മറുപടി കൊടുക്കാൻ ദൈവത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റാതിരുന്നുകൊണ്ട് വചനം പറയുന്നു, അപ്പോൾ തന്നെ നിലവിളിക്കുത്തരമായി ദൈവം പ്രവാചകനെ അയച്ചു. അവന്റെ പേരാണ് ഗിദെയോൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഈ പ്രവാചകൻ പഴയ നിയമത്തിലെ ഗിദെയോൻ, പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവിന്റെ നിഴല എന്ന് പറഞ്ഞാൽ ഒരു ജനത മുഴുവനും ഒരു രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ, ജീവിതത്തിന്റെ സകല വേദനകളുടെ നടുവിൽ നിന്നും ദൈവമേ എന്ന് ചങ്കുപൊട്ടി രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ സ്വർഗം തുറന്നിട്ട് സ്വർഗം താഴോട്ടിറക്കിയവന്റെ പേരാണ് യേശു രക്ഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് സ്വർഗം തുറന്നിട്ട് ഭൂമിയിലേക്ക് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് രക്ഷയ്ക്ക് വേണ്ടി ദൈവജനത്തിന്റെ നിലവിളി കണ്ടിട്ട്, അവരുടെ വേദന കണ്ടിട്ട്, അവരുടെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം നൽകിയ ഒരേ ഒരു നാമമാണ്, ആ നാമത്തിന്റെ പേരാണ്, ഉറക്കപ്പറ, പോരാ പോരാ പോരാ, യേശു. പറഞ്ഞേ. ഇത് പറയാൻ പിശാച് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ ചില ശത്രുവിന്റെ സൈന്യം തകരും.
ഈ നാമം നിങ്ങൾ ഉയർത്തിയാൽ ചില കോട്ടകൾ തകരും. ഈ നാമത്തെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ മഹത്വപ്പെടുത്തിയാൽ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും നിങ്ങളുടെ ഹൃദയം ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്തതുമായ ഒരു അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി 1 കൊരിന്തോസ് 2:9 പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ വെളിപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് പിശാച് അവന്റെ നാമത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ, നാമത്തെ ഉയർത്താൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അതവിടെ നിൽക്കട്ടെ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ തിരുവചനം നടത്തെ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3. ഈ വചനം നിങ്ങളെ പഠിപ്പിച്ചിട്ടേ അച്ഛൻ വിടുകയുള്ളൂ. ഏതെങ്കിലും ഒരു വചനം ബൈഹാർട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നാളെ വരും ഒന്നുമില്ലാതെ വരും. ജെറമ്യാ ഓർത്തിരിക്കാൻ എളുപ്പം. ജെറമ്യാ പറഞ്ഞേ 3:3. എന്ത് എളുപ്പം പഠിക്കാൻ അല്ലേ? ആദ്യം എളുപ്പമുള്ള വചനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കട്ടിയുള്ളത് വരും. അതിനു മുമ്പ് എളുപ്പമുള്ളത് പഠിക്കാം. 33:3 എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട്. ജെറമ്യാ 33. ജെറമ്യാ 33:3 വചനം ഇതാണ്. അറിയാവോ ആർക്കെങ്കിലും? അച്ഛൻ പറയാ, ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ വിളിക്കുക. കർത്താവ് പറയുകയാണ്, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. കർത്താവ് പറയുന്നു എന്നെ. ആര് പറയുന്നു? ആരെ വിളിക്കാൻ? കർത്താവിനെ വിളിക്കാൻ. കർത്താവ് പറയാം, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? മറുപടി നൽകും. പിന്നെ അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നതാണ്, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. കർത്താവ് നീ എന്നെ വിളിക്കേ, നീ എന്നെ വിളിക്കേ, എന്നെ വിളിക്കേ. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഞാൻ മറുപടി. വലതുമുഖത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കും മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞേ കർത്താവിനെ വിളിക്കാൻ പറഞ്ഞേ. അപ്പൊ കർത്താവ് മറുപടി തരുമെന്ന് പറഞ്ഞേ. നമ്മൾ ഈ നാട്ടുകാരെയും നമ്മൾ ഈ വീട്ടുകാരെയും നമ്മൾ ഈ നാട്ടുകാരെയും മക്കളെയൊക്കെ വിളിച്ചിട്ട് ഉത്തരവൊന്നും കിട്ടിയില്ലല്ലോ. കിട്ടിയോ? പല പ്രശ്നങ്ങളും ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുമല്ലേ? അതെ. എന്താ വെച്ചാ എല്ലായിടത്തും കൈ നീട്ടി നോക്കി വെച്ചാ, സകലയുടെ മുമ്പിൽ കൈ നീട്ടി വെച്ചാ, ആ ഓഫീസിൽ കയറി ഇറങ്ങി മുട്ട് കീറിയതല്ലാതെ പ്രശ്നമൊന്നും ഇതൊന്നും ഒരു ഒപ്പിട്ടേണ്ട പ്രശ്നമുള്ളൂ, ഒരു ഒപ്പ് കിട്ടേണ്ട പ്രശ്നമുള്ളൂ. എല്ലാം ശരിയാന്ന് വെച്ചാ ഒരു ഒപ്പ് കൂടി കിട്ടിയാൽ മതി. എന്നിട്ട് എന്തിയേ? അപ്പൊ കർത്താവ് പറയും നീ എന്നെ വിളിക്ക്, അപ്പൊ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് മറുപടി തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ വിളിച്ച് മറുപടി ഉറപ്പാണ്. തമ്പുരാനെ നിങ്ങൾ വിളിച്ചോ, മറുപടി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സകല പ്രശ്നങ്ങളുടെ മേലും പ്രതിസന്ധികളുടെ മേലും നൊമ്പരങ്ങളുടെ മേലും കർത്താവിന് ഒരു മറുപടി ഉണ്ട്. ദൈവത്തിന് ഒരു ഉത്തരമുണ്ട് തരാൻ. അത് കേൾക്കാൻ ഈ ദിവസങ്ങൾ ഹൃദയം തുറക്കണം. ഹല്ലേലൂയ. എല്ലാ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നും നീ ദൈവത്തെ വിളിക്കുമ്പോ ദൈവത്തിന് ആ പ്രശ്നത്തിന്റെ മേൽ ഒരു ഉത്തരമുണ്ട്, ഒരു മറുപടി ഉണ്ട്. അതോടെ അർത്ഥം നീ എന്നെ വിളിക്കുക, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ എന്തോ 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 ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു വേദന ആരോട് പറയാൻ പറ്റുന്നില്ല, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ അതുപോലെ കുടുംബത്തിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ അച്ഛൻ അറിയാവോ, പുറത്തു പോലും പറയാൻ കൊള്ളാത്തത്ര പ്രശ്നങ്ങളാണ് വീട്ടിൽ. ദുർഗന്ധം വമിക്കുവാണ്, ഉള്ളിൽ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുക. വീടിനുള്ളില് പുറമെ വെള്ള പൂശിയ കളറ് പോലെ നല്ല നല്ല പുറമെ നോക്കുമ്പോൾ എല്ലാം മനോഹരമാണ്, എല്ലാം സുന്ദരമാണ്. പക്ഷേ ചില കുടുംബങ്ങളിലേക്കും ചില ബന്ധങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും പറയേണ്ട അച്ഛൻ അറിയാൻ പാടില്ല എന്നിട്ടാ. പുറത്തു പറയാൻ കൊള്ളില്ല, പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ഈ ബന്ധം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അസ്വസ്ഥതയാച്ച, അതുപോലെ പ്രശ്നവച്ച, അതുപോലെ ഭിന്നതയാച്ച, അതുപോലെ കലഹവച്ച, അതുപോലെ പ്രയാസവും പ്രതിസന്ധിയൊക്കെ ഈ വീട്ടിലുണ്ടച്ച. ചില ജീവിതങ്ങളൊക്കെ അതുപോലെ അഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. വിശ്വാസത്തിൽ അഴുകി, സ്നേഹത്തിൽ അഴുകി, വിശുദ്ധിയിൽ അഴുകി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. വല്ലതും നടക്കോ അച്ചോ? ഇനി ഇതിന് വല്ലതും മാറ്റം ഉണ്ടാവച്ചോ? ഈ പ്രശ്നം മാറുമെന്നാണോ അച്ചോ ഈ പറയുന്നത്? ഈ പ്രശ്നത്തിന് ഉത്തരം ഉണ്ടെന്നാണോ പറയുന്നത്? എല്ലാ ചീഞ്ഞളിഞ്ഞ ജീവിതത്തിന്റെ മേലും ദൈവത്തിന് ഉത്തരമുണ്ട്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ചീഞ്ഞളിഞ്ഞ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മേലും
ദൈവത്തിന് ഒരു മറുപടിയുണ്ട്, ഒരു ഉത്തരമുണ്ട്. വലതുമർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ ചങ്കിൽ ഉറപ്പിക്കണം, വേറെ ഒന്നും കിട്ടിയില്ലേലും ഞാൻ പറഞ്ഞില്ലേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുമ്പിൽ വന്നിട്ടൊന്ന് നിലവിളിക്കാൻ നമ്മൾ പഠിച്ച, വേറെ ഒന്നും വേണ്ട. വിട്ടിരിക്കുമ്പോൾ ഉള്ളിൽ എപ്പോഴും ഒരു നിലവിളി, തമ്പുരാന്റെ മുമ്പിൽ ദൈവമേ 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 എന്നൊന്ന്, ആ ഒരു വേദന, ഒരു വിങ്ങല്, ഒരു ദാഹം ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്നത്. അങ്ങനെ ഒന്ന് വിളിക്കാൻ നമ്മൾ പഠിച്ചാൽ മതി, ദൈവത്തിന് ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ല. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഒരു ഇസ്രായേൽ ജനത്തിന്റെ വേദന, ഈജിപ്തിന്റെ അടിമത്തത്തിൽ കടന്ന ഒരു ജനതയുണ്ട്. പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, അടിമത്തത്തിന്റെ നടുവിൽ കടന്ന ഒരു ജനത. അവരങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഫറവോ സൈന്യത്തിന്റെ നടുവിൽ അതുപോലെ ഭാരപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ ജനത ഒന്നടങ്കം തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കാൻ തുടങ്ങിയപ്പോ വചനം പറയുന്നു, അവരുടെ രോദനം കേട്ടിട്ട് ദൈവം മോശ എന്ന പ്രവാചകനെ അവരുടെ മധ്യത്തിൽ നിന്നും തെരഞ്ഞെടുത്തു. ആ ജനത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടോ, ഇതാ സംഭവിക്കുക. നമ്മൾ കുടുംബമായി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, കൂട്ടായ്മയായി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പുറത്തു നിന്നല്ല കർത്താവ് ഉത്തരം തരുന്നേ, അകത്ത് നിന്ന് കർത്താവ് അതിനുള്ള പരിഹാരം ചെയ്യും. അകത്ത് നിന്ന് തന്നെ ദൈവം അതിന് പരിഹാരം ചെയ്യും. ഇസ്രായേൽ ജന ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്നും മോശ എന്ന പ്രവാചകനെ ദൈവം ഉയർത്തി. എന്തിനാ? ഇവരെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സൂസന്ന മരണക്കളത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. പാപം ചെയ്തിട്ടില്ല. ശ്രേഷ്ഠന്മാർ പറഞ്ഞു അവള് പാപം ചെയ്തു, ഞങ്ങളൊത്ത് വ്യഭിചരിച്ചു, തെറ്റ് ചെയ്തു, ഞങ്ങൾ കണ്ടു പാപം ചെയ്യുന്നത്. അവൾ പറഞ്ഞില്ല, ദൈവമേ നിനക്കറിയാലോ, എന്റെ നിഷ്കളങ്കത നിനക്കറിയാലോ, എന്റെ സത്യസന്ധത നിനക്കറിയാലോ, എന്റെ വിശുദ്ധി നിനക്കറിയാലോ, ഇന്നോളം എന്റെ വിശുദ്ധിയിൽ നിന്നും ഞാൻ പുറകോട്ട് പോയിട്ടില്ലെന്ന് സത്യദൈവമേ നിനക്കറിയാലോ എന്ന് പറഞ്ഞ് അവള് ചങ്കുപൊട്ടി കരയുമ്പോഴും ആരും ആ കണ്ണുനീര് കേൾക്കാനില്ല, ആരും അവളുടെ വേദന കേൾക്കാനില്ല. എന്നിട്ടും അവൾ മുന്നോട്ട് പോവാ, മരണക്കളത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ, എന്റെ വേദന അറിയുന്ന ദൈവമേ, എന്റെ ജീവിതം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവേ, നിനക്കറിയാലോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഇതാ അവരെന്നെ കൊലക്കളത്തിലേക്ക് നയിക്കുന്നു. അവളങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി, അവളങ്ങോട്ട് കരയാൻ തുടങ്ങി. അവളങ്ങോട്ട് ദൈവത്തെ വിളിച്ച് ഉള്ളുകൊണ്ട്, പുറമെ കരയുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് ചങ്ക് പിടച്ച് ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി, സത്യദൈവത്തെ വിളിക്കാൻ തുടങ്ങി. വചനം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ അത് ഹൃദയത്തിലെടുക്കണം. അപ്പോൾ തന്നെ ആ കൂട്ടായ്മയിൽ നിന്നും ഇവളെ മരണത്തിന് ഇവൾ മരിക്കുന്നത് കാണാൻ വെമ്പൽ കൊണ്ട് ഇവളുടെ പുറകെ നടന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ നിന്നും ഒരു പിഞ്ചുബാലൻ. ആരാ ആരാ ആരാ? ഡോക്ടറേറ്റ് ഉള്ളവനല്ല, വിദ്യാഭ്യാസമുള്ളവനല്ല, കഴിവുള്ളവനല്ല, ആരോഗ്യമുള്ളവനല്ല സഹായത്തിനെത്തിയത്. വചനം പറയുന്നു, അതിന്റെ നടുവിൽ നിന്ന് ഒരു പിഞ്ചുബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ജനത്തിന്റെ നടുവിൽ നിന്നും പ്രിയപ്പെട്ട ഒരു പിഞ്ചുബാലന്റെ, ചെറിയൊരു കുഞ്ഞിന്റെ, ആ കൂട്ടായ്മയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിലയില്ലാത്തവൻ, അവന്റെ വാക്കിന് ഒരു വില ആരും കൽപ്പിക്കില്ല. അവൻ പറഞ്ഞ ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പിഞ്ചുബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ സ്വർഗമുണർത്തി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഹല്ലേലൂയാ. പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നോക്കിക്കേ, ഈ ശ്രേഷ്ഠന്മാർ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പൊക്കൊണ്ടിരിക്കുക. ഇവൻ പറഞ്ഞത് ആരും ശ്രദ്ധിക്കേണ്ട, അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ല. അവൻ പറയുവാണ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവർ ആരും ശ്രദ്ധിക്കില്ല, ആരും ഗൗനിക്കില്ല. പക്ഷേ ഇവനിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉണർത്തിയപ്പോ അവൻ പറഞ്ഞത് ആ ജനം കേട്ടു. ഈ പിഞ്ചുബാലൻ, ഇത്തിരി പോന്ന ബാലൻ പറഞ്ഞത് ആ ജനം കേട്ടു. അങ്ങനെയാണ് സൂസന്നയുടെ ജീവിതത്തിന്റെ ചരിത്രം സ്വർഗം മാറ്റി എഴുതിയത്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളെ വിശ്വസിക്ക്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കുടുംബമായി ഈ കൂട്ടായ്മയിൽ ഇരുന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ദൈവം നിന്റെ രക്ഷയ്ക്കുള്ള ജീവിതത്തെ ഉയർത്തും. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? പുറത്തൊന്നും പോകണ്ട, എങ്ങും തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ ദൈവം അനുവദിക്കില്ല.
നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ, നിന്റെ കൂട്ടായ്മയിൽ നിന്ന് തന്നെ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരം സ്വർഗം നിനക്ക് തരും. ഹല്ലേലൂയ. വേറെ ഒരാളെ കാണണ്ട. ഈ ദിവസങ്ങളിൽ തമ്പുരാനും നിലവിളിച്ചോ, ഈ പ്രശ്നത്തിന്റെ നടുവിലൂടെ തേങ്ങലോടെ വിങ്ങലോടെ, കർത്താവേ, അച്ഛൻ അറിയാവോ എന്റെ ജീവിതത്തിന്റെ പ്രശ്നം, എത്ര ലക്ഷം രൂപയുടെ കടബാധ്യതയിലൂടെ എന്റെ കുടുംബം കടന്നു പോകുന്നത്, ഡോക്ടർ മരണം വിധി എഴുതിയ രോഗത്തിന്റെ നടുവിലാ ഞാൻ, ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല, മക്കള് എവിടെ ചെന്ന് തൊട്ടാലും പ്രശ്നം, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, 30-32 വയസ്സായി, വിവാഹം നടക്കുന്നില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, ജോലി ലഭിക്കുന്നില്ല അച്ഛാ, അതുപോലെ പ്രശ്നത്തിന്റെ നടുവിലാ ഞങ്ങൾ ഞെരുങ്ങി പൊക്കൊണ്ടിരിക്കുന്നത്. മക്കളെ, ഈ ഞെരുക്കത്തിന്റെ നടുവിൽ നിന്നും നീ ദൈവത്തെ വിളിച്ചാൽ ഈ ഞെരുക്കത്തിന്റെ നടുവിൽ തന്നെ ദൈവം അതിന് പരിഹാരം തരും, ഉത്തരം തരും. ദൈവത്തെ വിളിക്ക്, അവൻ നിനക്ക് മറുപടി തരും. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുമർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളതുകൊണ്ട് പുറമേ ഒന്നും പോകണ്ട. ഇവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ മനോഹരമായൊരു വചനമുണ്ട്. പൗലോസും സീലാസും തടവറയിൽ കിടക്കുക. എവിടെ കിടക്കുന്നേ? എവിടെയാ? നമ്മൾ കിടക്കുന്നിടത്ത്. ചിലരൊക്കെ കിടക്കുന്നിടത്താണ് ആര് കിടക്കുന്നേ? എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവ് കൊണ്ട് പുറത്തു വരാൻ പറ്റില്ല, ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. അച്ഛാ ഇല്ലച്ചാ, ഒരു രക്ഷയില്ലച്ചാ, പുറത്തു വരാൻ പറ്റണില്ലച്ചാ. അങ്ങനെ ചങ്ക് പൊട്ടി വേദനിച്ച് നിലവിളിച്ച് കരയേണ്ട ഒരു കാരാഗ്രഹത്തിന്റെ ചങ്ങലക്കെട്ടിനുള്ളിൽ അപ്പസ്തോലന്മാരായ പൗലോസും സീലാസും കടന്നപ്പോ അവർ ചെയ്ത കാര്യം വചനം എഴുതി വെച്ചിട്ടുണ്ട്. അവര് ആ വേദനയുടെ, ആ രോദനത്തിന്റെ, ആ ചങ്ങലക്കെട്ടിന്റെ, ആ കാരാഗ്രഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ ഹല്ലേലൂയ എന്ന് 2 വട്ടം പറഞ്ഞപ്പോ ചങ്ങലകൾ അഴിഞ്ഞു. ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നും ദൈവത്തെ വിളിച്ചപ്പോ ആ പ്രശ്നത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ ഒഴുകി. ആ തകർച്ചയുടെ, ആ രോഗത്തിന്റെ, ആ സഹനത്തിന്റെ, ആ കണ്ണുനീരിന്റെ, ആ പ്രതിസന്ധിയുടെ, ആ ചങ്ങലക്കെട്ടിന്റെ, ആ ബന്ധനത്തിന്റെ, തടസ്സത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ദൈവമേ എന്ന് വിളിച്ചപ്പോ ആ പ്രശ്നത്തിലേക്ക് കർത്താവ് ഇറങ്ങിയിട്ട് ചങ്ങല അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ കർത്താവ് പ്രിയപ്പെട്ടവരെ ഇന്നും ജീവനോടെ ഉദ്ധിതനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നീ ഒന്ന് വിളിക്കുന്നതും കേട്ട് കാതോർത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ കാതുകൾ അടഞ്ഞു പോയിട്ടില്ല. നിന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ അവന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിട്ടില്ല. വിശ്വസിക്ക്, നിന്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവമേ എന്ന് വിളിക്കുമ്പോ അത് ഹൃദയത്തിൽ നിന്നൊരു നിലവിളിയാണെങ്കിൽ അപ്പോൾ തന്നെ ആ പ്രശ്നത്തിലേക്ക് സ്വർഗം ഭൂമിയിലേക്ക് യേശുവിലൂടെ ഇറങ്ങിയതുപോലെ ആ നാമം വിളിക്കുമ്പോ അപ്പോൾ തന്നെ യേശു ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ക്യാരിസ് ഭവനിൽ സാക്ഷ്യം പറയാൻ വന്ന ഒരു ഫാമിലി. ഞാൻ പുന്നത്ര ഒരു കൺവെൻഷന് എല്ലാ വെള്ളിയാഴ്ചകളിലും പോകുമായിരുന്നു, ആദ്യ വെള്ളിയാഴ്ചകളിൽ. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ അവർക്ക് ആ സമയത്ത് 3 മക്കളുണ്ടായിരുന്നു. കാനഡയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളുകളായി ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, എല്ലാം ബ്ലോക്കായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവർക്ക് ഭോപ്പാലിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതും വിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കിടക്കണം. അത് വിറ്റാൽ ഇത് ശരിയാകുള്ളൂ, വീട്ടിലെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം. ഒത്തിരി ഭാരപ്പെട്ടാണ് വന്നത്, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, അത് വിൽക്കാൻ പറ്റുന്നില്ല, കാനഡയുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഭാവി ജീവിതം ഇങ്ങനെ ആശങ്കപ്പെടുക, വേറെ ജോലിക്കൊന്നും കയറുന്നില്ല, ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തന്നു. 4ാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാൻ. ഒരു ബന്ധമില്ലാത്ത സന്ദേശമാണ്. ഓക്കെ, ഇവർ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു 4ാമതൊരു, അപ്പോൾ മനസ്സിൽ പോലും ഇല്ലാത്ത ചിന്ത, അവരുടെ മനസ്സിൽ പോലും ഇനി 4ാമതൊരു കുഞ്ഞിനെ ചിന്തിക്കാൻ പറ്റുകയല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല അവർ നിൽക്കുന്നത്. കർത്താവ് പറയുന്നു 4ാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്ക്, അപ്പോൾ തന്നെ നിങ്ങളുടെ ഭോപ്പാലിലുള്ള പ്രശ്നങ്ങളും വിസയുടെ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റും. അതാണ് ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അച്ഛൻ പറഞ്ഞതല്ലേ എന്നോർത്ത് അങ്ങനെ ഒരു ആഗ്രഹം പോലും മനസ്സിലില്ല, അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലില്ല. പക്ഷേ അവർ വിശ്വാസത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു. ആ കുഞ്ഞ് ജനിച്ചപ്പോ അവരുടെ വിസയും റെഡിയായി, ഭോപ്പാലിലെ സ്ഥലവും വിറ്റു. ഹല്ലേലൂയാ. ഒരു അച്ഛൻ, ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ഒരു കുഞ്ഞിന് വേണ്ടി ചിന്തയില്ലാത്തപ്പോൾ അച്ഛൻ പറഞ്ഞത് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ ദൈവം കൂട്ടിച്ചേർക്കുന്നു. മനസ്സിൽ പോലും ചിന്തയില്ലാത്ത സമയത്താണ്. അത് ദൈവത്തിന്റെ ഹിതമായി അവരെടുത്തു.
അത് ദൈവ പദ്ധതിയായിട്ടെടുത്തു. അത് വിശ്വാസത്താൽ ദൈവത്തിന്റെ ഹിതമായി അംഗീകരിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തപ്പോൾ ബാക്കിയെല്ലാം ദൈവം അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. ആ ഭോപ്പാലിലെ സ്ഥലം വിറ്റു, അവരുടെ കാനഡയ്ക്കുള്ള വിസ അതെല്ലാം അവരുടെ എല്ലാം വിസയും റെഡിയായി. ഇനിയിപ്പോൾ ഇളയ കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇളയ കുഞ്ഞുണ്ടായ. അപ്പം നോക്കിക്കേ, ആ കുഞ്ഞിന്റെ വിസയ്ക്ക് ഇനി ഇപ്പോൾ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാ മൈഗ്രേഷനും ഈ കുഞ്ഞിനെ, അപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ടില്ല. എല്ലാ ദൈവം ഒരുക്കി, കംപ്ലീറ്റ് കാര്യങ്ങൾ കർത്താവ് ഒരുക്കി. സർമടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ ഇവിടെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും കർത്താവിന് കരുതലുണ്ട്. ചെറിയ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് പോലും ദൈവത്തെ. ഈ ഒരു 2-3 മാസമായിട്ടുള്ള കാരിസ്മയിൽ ഒരു പെങ്കുച്ച് വന്നതാ. 10 വർഷമായിട്ട് മൈഗ്രെയിൻ രോഗം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മരുന്ന് കഴിക്കണം. അങ്ങനെ ഒരു അസ്വസ്ഥയിലാണ് കുഞ്ഞ് ധ്യാനത്തിന് വരുന്നത്. ധ്യാന ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ രോഗികളുണ്ട്, വലിയ വലിയ രോഗങ്ങളുണ്ട്. അതിൻ്റെ നടുവിൽ ക്യാൻസറുകൾ, ട്യൂമറുകളൊക്കെ സൗഖ്യം പ്രാപിക്കുന്നതിൻ്റെ നടുവിൽ ഈ കുഞ്ഞ് പ്രാർത്ഥിച്ചത്, കർത്താവേ എൻ്റെ ഈ മൈഗ്രെയിൻ രോഗം ഒന്ന് മാറ്റിത്തരണേ. ഞാൻ 10 വർഷമായിട്ട് ഈ രോഗം മൂലം വിഷമിക്കപ്പോൾ പഠന മേഖലയൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കർത്താവ് എൻ്റെ ഈ മൈഗ്രെയിൻ രോഗം ഒന്ന് മാറ്റിത്തരണേ. ഇവിടെ ആ ധ്യാനത്തിന് ഒരു 20 ദിവസം മാത്രം ഡോക്ടർ വിധി എഴുതിയ ഒരു ക്യാൻസർ രോഗി സൗഖ്യപ്പെട്ടു. 20 ദിവസം മരണം ഉറപ്പിച്ച ഒരു രോഗി ഇതിലുണ്ടായിരുന്നു. 20 ദിവസമുള്ളൂ. പുള്ളി ശവപ്പെട്ടി ബുക്ക് ചെയ്തിട്ടാണ് പുള്ളി വന്നത് ധ്യാനം കൂടാൻ. ശവപ്പെട്ടി ബുക്ക് ചെയ്തിട്ട് മുട്ടിച്ചിറ പോയി ശവപ്പെട്ടി ബുക്ക് ചെയ്ത് പുള്ളിയുടെ അളവ് കൊടുത്ത് ശവപ്പെട്ടിയും ബുക്ക് ചെയ്ത് മരിച്ചു കഴിയുമ്പോൾ കൊടുക്കാനുള്ള ചായയും ബിസ്ക്കറ്റും ബുക്ക് ചെയ്തിട്ടാ പുള്ളി ജീവിത പങ്കാളിയും കൊണ്ട് ധ്യാനത്തിന് വരുന്നത്. ആ രോഗി സൗഖ്യപ്പെട്ടു. ഇവിടെ പക്ഷേ ഈ പെങ്കൊച്ചിന്റെ 10 വർഷമായിട്ടുള്ള ഒരു മൈഗ്രെയിൻ രോഗം, ഒരു തലവേദന, ഈ കൊഞ്ച് അതിന്റെ നടുവിൽ ദൈവമേ എൻ്റെ ഈ മൈഗ്രെയിൻ രോഗം ഒന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ക്യാൻസർ രോഗി സൗഖ്യപ്പെട്ട സമയത്ത് തന്നെ, ആ ആരാധനയിൽ തന്നെ ഈ മൈഗ്രെയിൻ രോഗത്തിന്റെ മേലും ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെട്ടു. അതുകൊണ്ട് നിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു കരുതലുണ്ട്, ഒരു ദാഹമുണ്ട്. നിന്റെ ജീവിതത്തെ കരുതലോടെ കാണുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ സ്നേഹമുണ്ടെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയാ. ശ്രമം പറ ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സങ്കീർത്തനം 56:8 എന്നതാ? ഇതൊക്കെ ബൈഹാർട്ട് ചെയ്തോളാം, നാളെ ഞാൻ ചോദിക്കും ഇതെല്ലാം. ജെറമ്യാ 33:3 എന്നതായിരുന്നു? കർത്താവിനെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി തരാം. നിന്റെ ബുദ്ധിക്ക് അപ്രാപ്യമായി, നിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാന്നാ പറഞ്ഞത്. ചിലതൊന്നും നമുക്ക് ചില സമയം നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അയ്യോ ഇതെങ്ങനെ ക്യാൻസർ രോഗം മാറുന്നത്? ബുദ്ധി കൊണ്ട് ചിന്തിച്ച ഉത്തരം കിട്ടില്ല. 10 വർഷമായിട്ട് നടക്കാത്ത കാര്യം എങ്ങനെ 4 ദിവസം വചനം കേട്ടപ്പോൾ നടന്നേ? ബുദ്ധി കൊണ്ട് ഉത്തരം കിട്ടില്ല. അച്ഛാ വർഷങ്ങൾ തടസ്സപ്പെട്ട് കിടന്ന് എങ്ങനെയാ അച്ഛാ ഈ 3 ദിവസം വചനം കേട്ടപ്പോ മാറിയത്? ബുദ്ധി കൊണ്ട് ഉത്തരവില്ല. വിശ്വാസത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ബുദ്ധി വേണ്ട. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസം മതി. അതുകൊണ്ടല്ലേ ചില പാവപ്പെട്ട അമ്മിച്ചിമാര് വിശ്വാസത്താൽ നിലവിളിക്കുമ്പോ ബുദ്ധിയുള്ള ജീവിതങ്ങൾ കൈകെട്ടി നിൽക്കുന്നതിനേക്കാളും ശക്തമായിട്ട് ഈ അമ്മിച്ചിയുടെ കണ്ണുനീരിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത്. അവിടെ പ്രവർത്തിക്കുന്നത് വിശ്വാസമാണ്, ബുദ്ധിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 56:8 എന്നതാ? കിട്ടിയോ? അതാണെന്ന് അറിയാൻ വേണ്ടി, അച്ഛന് തെറ്റിപ്പോയെന്ന് അറിയാൻ വേണ്ടി എടുക്കാൻ പറയുന്നത്. എന്തോ? ആ നിന്റെ അലച്ചിലുകൾ ഞാൻ അലച്ചില്, ജോലിക്ക് വേണ്ടി അലഞ്ഞത്, വിവാഹം നടക്കാൻ അലഞ്ഞത്, കുഞ്ഞുങ്ങളുണ്ടാകാൻ അലഞ്ഞത്, കാശ് കിട്ടാൻ അലഞ്ഞത് എന്ന് പറഞ്ഞാൽ നിന്റെ ഓരോ കാലടികളും, നിന്റെ അലച്ചിലുകളെല്ലാം ദൈവം എണ്ണിയിട്ടുണ്ടെന്ന്. വീട്ടിൽ നിന്ന് ഈ കൺവെൻഷൻ വന്നില്ലേ? ഇത്ര വേദന ഉണ്ടായിട്ടും, ഇത്ര പ്രയാസം ഉണ്ടായിട്ടും, ഇത്ര എതിർപ്പുണ്ടായിട്ടും, ഇത്ര പ്രശ്നങ്ങളുടെ നടുവിലും ഈ കൺവെൻഷന് നിന്റെ ഭവനത്തിൽ നിന്ന് നീ നടന്നു വന്നില്ലേ? ആ കാലടികൾ പോലും, ആ അലച്ചിൽ പോലും ആരെണ്ണിയിട്ടുണ്ടെന്ന്? കർത്താവ് എണ്ണിയിട്ടുണ്ട്. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, നിന്റെ കണ്ണുനീർ കണങ്ങൾ, ഇന്നോളം നീ കരഞ്ഞത്, ഇന്നോളം നീ ഭാരപ്പെട്ടത്, ഇന്നോളം നീ ഒറ്റയ്ക്കിരുന്ന് നൊമ്പരപ്പെട്ടത്. വചനം പറയും, നിന്റെ കണ്ണുനീർ കണങ്ങൾ, ഇന്നലകളിൽ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും നിന്റെ അപ്പൻ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. നിന്റെ ജീവിത പങ്കാളി നിന്റെ കണ്ണുനീരിന് ഒരു വിലയും തന്നിട്ടില്ലായിരിക്കും. നിന്റെ അമ്മ തന്നിട്ടില്ല, അപ്പൻ തന്നിട്ടില്ല. മക്കളുടെ മുമ്പിൽ എത്രയോ വട്ടം നിലവിളിച്ചിട്ടുണ്ട്. ജീവിത പങ്കാളിയുടെ മുമ്പിൽ എത്രയോ വട്ടം നിലവിളിച്ചിട്ടുണ്ട്.
അവരൊന്നും ഒരുപക്ഷെ നിന്റെ നിലവിളിക്ക് പോലും ഒരു പരിഗണനയും തന്നിട്ടില്ല. പക്ഷെ ഇവിടെ വചനം പറയുന്നു, നിന്റെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറ ഹല്ലേലൂയ. പ്രഭാഷകൻ 2:10 വചനം പറയുന്നു, കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? അവന്റെ മുമ്പിൽ കണ്ണുനീരോടെ ഒന്ന് നിലവിളിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? തമ്പുരാന്റെ മുമ്പിൽ ഉയരുന്ന ഒരു നിലവിളിക്കും ഉത്തരം കിട്ടാതെ പോകില്ല.